എന്തിനാണ് ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതാണ്. പിന്നെ നമ്മൾ അന്വേഷിക്കുന്നത് അതിൻ്റെ മെയിൻ്റെനൻസ്, അതിൻ്റെ പ്രിൻസിപ്പിള്. ബാക്കിയുള്ളത് മകളെ കെട്ടിക്കുന്നതും കെട്ടിച്ച മകൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നതും അവരെ പഠിപ്പിക്കുന്നതും ILTC എഴുതണതും അവർ എൻജിനീയറിങ്ങിന് എൻട്രൻസ് എഴുതണതും ഒക്കെ എല്ലാം ചേർത്ത് നൽകുമെന്ന. ബാക്കിയല്ല. നിങ്ങൾ ആദ്യം എന്ന് പറഞ്ഞ് നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. ഇത് 100 പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഈ വചനം. പക്ഷെ അന്വേഷിക്കാനുള്ള ഒരു എന്ത് വിഷയം വന്നാലും അവിടെ നമ്മൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അന്വേഷിക്കേണ്ടത്? ഇപ്പം ചോദിച്ചപ്പോൾ എന്താ ക്ലാസ് വന്നില്ലേ, ധ്യാനം കഴിഞ്ഞ് കുടിമാറിയ എന്ന് ചോദിക്കും. അന്വേഷിക്കണേ എന്താ? കുടിമാറിയ എന്നാണ് ഇല്ലേ? ഞാനത് ആ ക്ലാസ് കേട്ടായിരുന്നു. ധ്യാനം കഴിഞ്ഞ് രോഗശാന്തി കിട്ടിയ അന്വേഷിക്കണ അതാണ് മനുഷ്യൻ ഇല്ലേ? പക്ഷെ കർത്താവിൻ്റെ വചനം എന്താ പറയണത്? അന്വേഷിക്കേണ്ടത് എന്താണ്? മനുഷ്യൻ അന്വേഷിക്കേണ്ടത് എന്നേ ഉള്ളൂ. എന്താണ്? ഒരു വിഷയം വന്നാൽ വിച്ച് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ് ദെയർ, അതിലുള്ള ദൈവരാജ്യം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കണം. ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ വന്ന് ഒരു അതിർത്തി തർക്കം വന്ന് വിചാരിച്ചോ, ഒരു അതിർത്തി തർക്കം വന്ന് അതിൽ ദൈവരാജ്യം ഇല്ലേ? അതിൻ്റെ ദൈവരാജ്യം എന്താ? അതിൻ്റെ ദൈവരാജ്യം അന്വേഷിക്കാൻ വേണ്ടി പാർട്ടി ഒപ്പിച്ച് പരാതി കൊടുത്താൽ ശരിയാവുക? എന്ത് ദൈവരാജ്യം അന്വേഷിക്കാൻ വേണ്ടി നിങ്ങളുടെ കുടുംബക്കാരെയും ശേഷക്കാരെയും വിളിച്ചിട്ട് തടിമുടി അടിപിടി വടിതടി ആയുധമായിട്ട് ചെന്നാൽ ശരിയാവുക? എല്ലാത്തിൻ്റെ അകത്തും ഒരു ദൈവരാജ്യമുണ്ട്. നിങ്ങൾക്ക് മക്കളില്ല, ഇതൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. IVF ഉണ്ട്, IUF ഉണ്ട്, അങ്ങനെ പല പരിപാടിയുണ്ട്. പക്ഷേ അതിൽ ദൈവരാജ്യം എന്താ? ദൈവരാജ്യമല്ലേ നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പോൾ ഈ പുറത്ത് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ മനുഷ്യൻ പുറത്ത് അന്വേഷിക്കേണ്ട ദൈവരാജ്യ പൈതൽ എന്ന് പറയുമ്പോൾ ആദ്യം ഈശോ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് യു സീക്ക് ദ കിങ്ഡം ഓഫ് ഗോഡ്. ആദ്യം നീ ദൈവരാജ്യത്തെ അന്വേഷിക്കണം. ഈശോ അപ്പായോട് പറഞ്ഞു, അപ്പ എനിക്ക് പേടിയാണ് അപ്പ. അവനിപ്പോൾ എഴുന്നേറ്റ് പോയത് അപ്പ കണ്ടില്ലേ? ആരുടെ കാര്യം ഇനി പറയണ? ജൂഡാസിൻ്റെ. അവൻ എഴുന്നേറ്റ് പോയി എന്തിനാണെന്ന് അപ്പായ്ക്ക് അറിയാമല്ലോ. എനിക്ക് പേടിയാണപ്പ. പത്രോസാണെങ്കിൽ ഭക്ഷണം മൊത്തം കഴിച്ചിരിക്കുക, അവൻ ഉറങ്ങുമെന്ന് ഉറപ്പാണ്. അവൻ ഉറങ്ങുന്നു. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം കുഴപ്പത്തില്ല, അവൻ നിൽക്കത്തില്ല. മനസ്സുണ്ട്, പക്ഷെ അവൻ്റെ ശരീരം. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സുണ്ടാകും. നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെപ്പോഴും അങ്ങനെ. ഇപ്പം കൂടെ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങളെപ്പോഴും നമുക്ക് അങ്കിളുണ്ടല്ല, ആൻറ്റി ഉണ്ടല്ല, ചിറ്റപ്പനുണ്ടല്ല എന്നൊക്കെ പറയേ. ആരെങ്കിലും ഉണ്ടല്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് കേട്ടോ. ഒരു കക്ഷി പറഞ്ഞിട്ട് അനുഭവിച്ചത് പുള്ളിക്കറിയാം എന്താ അനുഭവിച്ചതെന്ന്. ആരെങ്കിലും നമുക്കുണ്ടെന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. എനിക്ക് ഭർത്താവുണ്ടല്ല, എനിക്ക് ഭാര്യ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്കിളുണ്ടല്ല, എന്നെ ഗൾഫിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ല, നീ 10ാം ക്ലാസ് പാസ്സായാൽ മതി, ഇങ്ങോട്ട് വന്നേക്കാൻ പറഞ്ഞിട്ടുണ്ടല്ല. ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാരൊക്കെ ഓഫർ തരുന്നില്ലേ? നമുക്കുള്ളവരിലും ഓഫറിങ്സിലും ഒന്നും ഒരിക്കലും വിശ്വസിക്കരുത്. ഇയാളൊന്ന് വിശ്വസിച്ചതാണ് പണി കിട്ടിയത്. എന്താ പറഞ്ഞത്? നിങ്ങളെല്ലാവരും എന്നെ ഇട്ടും പോകും, എൻ്റെ പിതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ്. അത് പിതാവ് കേട്ടതാണ് ഈ കൊലച്ചതിയായത്. നമ്മുടെ ദൈവം എപ്പോഴും നോക്കണം, നമ്മൾ എവിടെയാണ് ആശ്രയം വെച്ചിരിക്കണത് അവിടെയാണ് അടിക്കണത്. ഇപ്പം നമ്മൾക്ക് ഓരോരുത്തരും ഉണ്ടെന്ന് പറയത്തില്ലേ? ഉണ്ടെന്ന് പറയുമ്പോഴെന്താ? നമ്മുടെ ഫിസിക്കൽ സെക്യൂരിറ്റി അല്ലേ? ദൈവം പണിയണത് എപ്പോഴും ഫിസിക്കൽ സെക്യൂരിറ്റിയിലായിരിക്കും. കാര്യം ഫിസിക്കൽ സെക്യൂരിറ്റി നിൽക്കുമ്പോൾ ഒരിക്കലും ദൈവരാജ്യം കണ്ടെത്തത്തില്ല, മനുഷ്യൻ ലോകരാജ്യം കണ്ടെത്തത്തുള്ളൂ. നിനക്ക് ഫിസിക്കൽ സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് അങ്കിളുണ്ട്, നിന്നെ ഗൾഫിൽ കൊണ്ടുപോകാൻ, നിനക്ക് കാനഡയിൽ കൊണ്ടുപോകാൻ, നിനക്ക് അവിടെ PR എടുത്ത് തരാൻ, നിനക്ക് അവിടെ താമസിക്കുന്ന ആൻറ്റി ഉണ്ടെന്നൊക്കെ പറയണത് നിൻ്റെ ഫിസിക്കൽ സെക്യൂരിറ്റിയാണ്. നീ ഫിസിക്കൽ സെക്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ ലോകരാജ്യം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. നിന്നെ സെറ്റപ്പ് ചെയ്ത് നടത്തുന്ന ലോകരാജ്യമുണ്ട്. ദൈവരാജ്യം സ്ഥാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ലോകരാജ്യത്തായിട്ട് പണി കൊടുക്കാതെ മാത്രമേ ഈശോൻ്റെ ഉള്ളിൽ ഈശോൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അവസാനത്തെ ലോകരാജ്യമാണ് എന്താ? നിങ്ങളെല്ലാവരും എന്നെ ഇട്ടും പോകും, എങ്കിലും ഞാൻ ഏകനല്ല, പിതാവ് എന്നെ കൂടെ ഉണ്ട്. അതാണ് പണിയായത്. അപ്പോൾ മനസ്സിലായി, ഇങ്ങനെ പോയാൽ ഈശോയ്ക്ക് മഹത്വം കുറയും. എന്താ കാര്യം? സെക്യൂരിറ്റികളാണ് നിൽക്കുന്നിടത്തോളം കാലം ലോകരാജ്യത്തിൻ്റെ അംശം ഉണ്ടാവും. നമ്മൾ എന്തന്വേഷിക്കണമെന്നാണ് പറയണത്? ദൈവരാജ്യത്തെ അന്വേഷിക്കണമെന്നാണ് പറയണത് അല്ലേ?
ദൈവരാജ്യത്തെ അന്വേഷിക്കണമെങ്കിൽ ഫുൾ ആൻഡ് വാട്ട് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്? എന്ത് കിങ്ഡം ഓഫ് ഗോഡ്? കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വെയർ ഗോഡ് റെയിൻസ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവം എവിടെ രാജാവായിരിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ ഭരണം. നമ്മുടെ ഒരു കൊടുക്ക വാങ്ങലുകൾ, നമ്മുടെ ഇടപാടുകൾ, ലൗകിക വ്യവഹാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യവഹാരത്തെ കേസല്ല, ജീവിത രീതി, ഇടപാടുകൾ, ഇടപഴകലുകൾ, അവിടെയൊക്കെ എല്ലാം ദൈവഭരണം ഉറപ്പ് വരുത്തണം ദൈവപൈതൽ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാത്തിനും അപ്പം ഈശോ അധികം പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല, ഒറ്റ പ്രാർത്ഥനയല്ലേ പഠിപ്പിച്ചുള്ളൂ. എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ ദിവസവും ചൊല്ലിക്കൊണ്ട് നടക്കാനല്ലേ. ജീവിതത്തിൻ്റെ ഓരോ, ഞാനിതിനൊക്കെല്ലാം പ്രോജക്റ്റ് എന്നാണ് വിളിക്കണത്. പ്രോജക്റ്റ്. ഈ കൃപയെന്ന് നമ്മൾ പറയുന്നില്ലേ, കൃപ നമ്മൾ ദൈവത്തിൻ്റെ കൃപ. എന്താ കൃപ? ദൈവത്തിൻ്റെ ശക്തിക്കാണ് കൃപ എന്ന് പറയണത്. നമുക്കറിയാമല്ല, ദൈവം ശക്തിയാണ്. ദൈവം ഇപ്പം പിതാവായ ദൈവം ഈശോ വിളിക്കണത് എന്താ? ഈശോ വിളിക്കണത് മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും. ഏറ്റു പറഞ്ഞേ. പിതാവിന് ഈശോ എന്നാ വിളിക്കണത്? ശക്തി എന്നാണ് വിളിക്കണത് അല്ലേ? അത് സത്തയിലെന്താ? ശക്തിയാ. അത് മത്തായിയുടെ സുവിശേഷത്തിലെ 26:64 മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും. പിതാവാധികം ശക്തിയാണല്ലോ. ഉറപ്പല്ലേ? ക്ലിയർ അല്ലേ? പുത്രനായ ദൈവവും ബൈബിൾ പറയുന്ന ശക്തി എന്നാണ് പറയണത്. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. ഏത് പറഞ്ഞ്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. 1 കൊറിന്തോസ് 1:24 വചനമുള്ളത്. 1 കൊറിന്തോസ് 1:24. അപ്പോൾ ഇപ്പോൾ രണ്ട് കണ്ട് ആരൊക്കെയുണ്ട്? പിതാവാരാ? ശക്തി. പുത്രനാരാ? ശക്തി. ക്ലിയർ അല്ലേ? ഇനി പരിശുദ്ധാത്മാവ്. അമ്മയോട് ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് പ്രോബ്ലം ചെയ്തത് അമ്മയാ. അമ്മ ചോദിച്ചു, ഞാൻ ഗർഭിണിയാകുമെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി, പക്ഷേ ഞാൻ കന്യാസ്ത്രീയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച്, കന്യകയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ആളാണ് കുഞ്ഞുനാളും മുതൽ. അപ്പോൾ ഞാൻ പുരുഷനെ അറിയാതെ എങ്ങനെ ഗർഭിണിയാകണത്? അപ്പോൾ ഉടനെ മാലാഖ പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഇതിൻ്റെ മേൽ വരും. അപ്പോൾ അമ്മയ്ക്കത് മനസ്സിലായില്ല പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞത്. കാര്യം അമ്മ അങ്ങനെ കേട്ടിട്ടില്ല പരിശുദ്ധാത്മാവെന്ന്. എനിക്കാണ് ആദ്യം കേൾക്കണം അമ്മയാണെന്ന് തോന്നുന്നത് പരിശുദ്ധാത്മാവെന്ന്. അമ്മ കേട്ടിരിക്കണത് ദൈവത്തിൻ്റെ ആത്മാവെന്നൊക്കെയാണ് കേട്ടിരിക്കണത്. ദൈവത്തിൻ്റെ ആത്മാവ്. ഇപ്പം നമ്മൾ ആദ്യ ദൈവം ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചു. ഉൽപ്പത്തി തുടങ്ങണം എങ്ങനെയാണ്? ആദ്യ ദൈവം ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതമായിരുന്നു, ശൂന്യമായിരുന്നു, ആഴത്തിന് മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു. അന്ധകാരത്തിന് ജലപ്പരപ്പിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവല്ലേ സംഭവം അല്ലേ? അതാണ് സംഭവം. എൻ്റെ മക്കളെ ശ്രദ്ധിക്കണേ, ഈ രൂപമില്ലാത്ത വിഷയം. അമ്മയ്ക്ക് ഒരു രൂപമില്ലല്ലേ? ഇപ്പോൾ അമ്മ ചോദിക്കണേ എന്താണ്? ഇതെങ്ങനെ സംഭവിക്കുക? എനിക്കൊരു രൂപവും ഇല്ല എന്നല്ലേ പറയണത്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ വീട്ടിൽ ചെന്നാൽ ഒരു രൂപവും ഇല്ല, 4-5 കടക്കാരുണ്ട്, ഒരു രൂപവും ഇല്ലെന്ന് പറയത്തില്ലേ? ഇവന്മാരെ എങ്ങനെ തന്തയ്ക്ക് വിളി കേൾക്കാതെ രക്ഷപ്പെടുമെന്ന്? ഒരു രൂപവും ഇല്ലെന്ന് പറയല്ലേ? ആഴത്തിന് മീത് അന്ധകാരം വ്യാപിച്ചിരിക്കുകയാണെന്ന് പറയും. ഇപ്പം നമുക്ക് സാമൂഹിക സംഘക്കാരെല്ലാം കിട്ടില്ലായിരിക്കല്ലേ? ഇപ്പോൾ സംഘക്കാരുടെ കാശെല്ലാം ഓടി വാങ്ങിച്ചെടുത്തല്ല, സഹകരണ സംഘത്തിൻ്റെ കാശ് മൊത്തം മേടിച്ചെടുത്തു. RBI കൊടുക്കാവുന്ന 200 കോടി രൂപ കൊണ്ടുപോയി അടച്ചിരിക്കുകയാണ്. ഇതെപ്പം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ? പൈസ എല്ലാം ഡ്രോ ചെയ്തു, എപ്പം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴെങ്കിലും കൊടുക്കത്തില്ല ഈ സാധനം. ഇത് കൊടുക്കണമെങ്കിൽ ഉത്തർപ്രദേശിൽ ഇലക്ഷൻ കഴിയണം. നമ്മുടെ നോട്ട് പ്രശ്നങ്ങളൊക്കെ തീരും കുറച്ച് കഴിയുമ്പോൾ. കാര്യം 3-4 ഇലക്ഷൻ വരാനുണ്ട്. ഇപ്പം തന്നെ കുറച്ച് പൈസ ഗവൺമെൻറ് ഇറക്കിയപ്പോൾ തന്നെ ചില ആൾക്കാരുടെ കയ്യിൽ
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ. തന്നെ 10 ലക്ഷം 20 ലക്ഷമൊക്കെ കിട്ടിയില്ലേ? അത് ഗവൺമെൻറ് നോട്ട് ചെയ്തിരിക്കുക. അത് ഇനിയിപ്പോൾ പൈസ ഇറക്കി കഴിഞ്ഞാൽ ഇലക്ഷനി ആകുമ്പോൾ ഇതെല്ലാം ചെന്ന് ഏതെങ്കിലും പോക്കറ്റിലേക്ക് ഒതുങ്ങും. പിന്നെയും പഴയ പ്രശ്നങ്ങളുണ്ടാകും. ഇലക്ഷനിലാണല്ലോ കൂടുതൽ പ്രോബ്ലം വരാൻ പോണത്. അപ്പോൾ ഇലക്ഷൻ എല്ലാം കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ തീരുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. ദൈവം രാജ്യത്തെ രക്ഷപ്പെടുത്തട്ടെ. ശ്രുതിക്കട്ടെ. ആ സീരിയാറാമി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ ക്രിസ്ത്യാനി ഇതിൽ നിന്ന് ടാപ്പ് ചെയ്യണം. ഇപ്പം നോട്ട് പ്രോബ്ലം വന്നപ്പോൾ നമുക്ക് പല കാര്യങ്ങളും രൂപമില്ലാതെ, ഇപ്പം നമ്മൾ അവരോടത്ത് കല്യാണമൊക്കെ മകളെ കെട്ടിക്കാൻ വേണ്ടി ഉറപ്പിച്ച് വെച്ചിരിക്കണല്ലേ. അപ്പോൾ 24,000 രൂപ കൂടുതൽ കിട്ടത്തില്ലല്ലോ, ഇല്ലേ? അപ്പോൾ നമുക്ക് രൂപമില്ലാതെ ഓരോ വിഷയം വരുമ്പോൾ നമുക്ക് നമ്മുടെ രൂപങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഓരോ ജീവിതത്തിൽ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രൂപങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എൻ്റെ മക്കളുടെ രൂപങ്ങൾ എന്തിനുള്ളതാണ്? നഷ്ടപ്പെടാനുള്ളതാ. രൂപങ്ങളില്ലാത്ത അവസ്ഥയാണ് ദൈവം പ്രവർത്തിക്കുന്നത്, കൃപ പ്രവർത്തിക്കുന്നത്. രൂപങ്ങൾ എന്തിനുള്ളതാണ്? എല്ലാത്തിനെ കുറിച്ചൊരു ഐഡിയ, അതാണ് രൂപം എന്ന് പറയുന്നത്. ഇന്നത് കൊടുക്കുക, ഒരു ഐഡിയ. അപ്പോൾ അമ്മ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്താണ്? അമ്മ ഒരു പെമ്മകളെപ്പറ്റി അന്ന് അപ്പോൾ കൺമഷി എഴുതി പഴഞ്ചോറ് തിന്ന് നടക്കണ കാലത്ത് ഞാൻ ചില സമയത്ത് ഓർക്കുകയും ഇനിയെങ്കിലും ഗർഭിണികൾ ചോറ് തീറ്റി നിർത്തണം. പല കുടുംബ പ്രശ്നങ്ങളും ചോറ് തീറ്റിക്കൊണ്ട് ഉണ്ടാക്കുകയാണ് ഇപ്പോഴും. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ പഴയ അമ്മമാർ പ്രസവിച്ച് കഴിയുമ്പോൾ എൻ്റെ ദൈവമേ, ആ ഒരു 10-90 ദിവസം ഇതിനെ ചോറ് തീറ്റിച്ച് അവസാനം ഇത് പെറ്റെഴുന്നേറ്റ് വരുമ്പോൾ വീപ്പക്കുറ്റി പോലെ വന്നത്. ഇതിനെ ഒരു മനുഷ്യന് വേണ്ട. പുതിയ ചെറുപ്പക്കാരുടെ ലക്ഷണങ്ങൾ മാറി, അവരുടെ ടേസ്റ്റ് മാറി. നിങ്ങൾ പഴയ തോന്നിവാസം കൊണ്ടിരിക്കരുത്. നിങ്ങളുടെ ബോഡി നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം പണ്ട് ഒരു കാലത്ത് ആൾക്കാരുടെ ടേസ്റ്റ് ഇൻട്രസ്റ്റൊക്കെ വേറെ ആയിരുന്നു. ഇപ്പോഴത്തെ പുരുഷന്മാരുടെ ഇൻട്രസ്റ്റും ടേസ്റ്റും വേറെയാണ്. അത് കാരണം പഴയ രീതിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ചെയ്യണതെല്ലാം നിങ്ങളുടെ ബോഡി നിങ്ങൾ കറക്റ്റ് ചെയ്യണം. അതിൻ്റെ ആകാര സൗഷ്ഠവം ദൈവം തന്നതാണ്. ചുമ്മാ തോന്നിയതൊക്കെ തിന്ന് ഇല്ലാത്തൊക്കെ ഉണ്ടാക്കി അവസാനം നിങ്ങളുടെ ഫിഗർ ഔട്ട് ആകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാര്യം അത് ഞാനിങ്ങനെ ആനുഷംഗികമായിട്ട് പറയണതാണെങ്കിലും ഞാൻ പറയുന്ന കാര്യം സത്യമാണ്. കാര്യം ഞാൻ നിരന്തരം കൗൺസിലിംഗ് ഇരിക്കണ കാരണം എനിക്ക് പുരുഷന്മാരുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയൊക്കെ ടേസ്റ്റ് അറിയാം. ഭയങ്കര വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. പഴയ കാലങ്ങളും പുതിയ കാലങ്ങളും തമ്മിൽ ടേസ്റ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. പഴയ കാലങ്ങൾ തെറ്റാണെന്നല്ല, അത് അന്ന് ശരിയായിരുന്നു. അന്ന് ശരിയായ കാര്യം ഇന്ന് ശരിയാകണമെന്ന് ഇന്ന് പ്രായോഗികമാണ് നിർബന്ധമില്ല. ശ്രുതികട്ടെ. യാസീരിയാറാമി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. 23 വയസ്സാകും. അപ്പോൾ അന്ന് വെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ മകളെ വിടാനുള്ള കുറച്ച് പൈസ കിട്ടും. അതാണ് അമ്മയുടെ അത് അമ്മയുടെ ഒരു രൂപം, അതാണ് ഇല്ലേ? അമ്മയുടെ ഒരു രൂപം അതാണ്. ഇപ്പോൾ വന്നപ്പോൾ എന്ത് പറ്റി? 25 കൊല്ലം മുമ്പ് ആഞ്ഞിലി വെച്ച സമയത്ത് 25 വയസ്സുള്ള ആഞ്ഞിലിക്ക് അന്ന് 40,000 രൂപ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 15,000 രൂപയായി. രൂപം പോയ പോക്ക് കണ്ടില്ലേ? ഇപ്പം അക്കേഷ്യയാണ് കയറി വരണത്. ഇപ്പോഴാണ് ദൈവമേ അക്കേഷ്യ വെച്ചാൽ മതിയായിരുന്നു. കാതലിൻ്റെ കാര്യത്തിൽ ആഞ്ഞിലിക്ക് കുറേ വെള്ളം പോകില്ല. കാതലിൻ്റെ കാര്യത്തിൽ ഏറ്റവും പണ്ടാരം പിടിച്ച സാധനം ആ മഹാഗണിയാണ്. അത് പറിച്ച് മരണം കേട്ടാ. മഹാഗണി ലോക ചിപ്പാണ്. ഈ അക്കേഷ്യയൊക്കെ ഉണ്ട് ചിപ്പ്. നിങ്ങൾ വാരി വലിച്ചെല്ലാം വെക്കരുത്. നമ്മൾ അക്കേഷ്യയൊക്കെ വെച്ചും അതിൻ്റെ അടുത്തൊരു കുളവുണ്ടെങ്കിൽ നോക്കിയേ, ഈ അക്കേഷ്യയുടെ വേരെല്ലാം ഇങ്ങനെ പുലി വന്ന് വെള്ളം കുടിക്കണ പോലെ ഈ കുളത്തിലെ വെള്ളം മുഴുവൻ കുടിച്ച് പറ്റിക്കും. ഈ നമ്മുടെ കുഴൽക്കിണറിലൊക്കെ വെള്ളമില്ലാതിരിക്കണ എന്താ? മാർച്ച് മാസത്തിലൊക്കെ ഈ സാധനം വരച്ച് കയറണ. ഒരു അക്കേഷ്യയൊക്കെ നമുക്ക് സൂക്ഷിക്കാം, 1-2. അക്കേഷ്യ കൂടി സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുഴൽക്കിണർ നമുക്ക് മോട്ടർ അടിക്കുമ്പോൾ ഗ്യാസ് അടിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾക്ക് വെള്ളം എടുത്തില്ല. വെള്ളം ഈ മരം ഭയങ്കര കുടിയാണേ. അക്കേഷ്യ ഭയങ്കര വെള്ളം കുടിയാണ്. അത് കാരണം നമുക്ക് സാധാരണ 5 സെൻറ്റ് സ്ഥലക്കാരനൊക്കെ ഒരു അക്കേഷ്യ വെച്ചേക്കണമെങ്കിൽ അവന് കുഴൽക്കിണർ വെള്ളം ഉണ്ടാകത്തില്ല. ശ്രദ്ധിക്കട്ടെ. യാസീരിയാറാമി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. നമ്മുടെ നല്ല പണ്ടത്തെ നാടൻ മാവൊക്കെ തന്നെ നല്ലത്. നമുക്ക് ഉണ്ടായിരുന്ന മാവില്ലേ, നമുക്ക് ഓരോ സാധനം കളഞ്ഞതാണല്ലേ. നമ്മുടെ സാധനം എല്ലാം തിരിച്ചു കൊണ്ടുവരും. നമ്മുടെ കരിമീൻ, നമ്മുടെ കാരി, നമ്മുടെ കൂരി,
അതെല്ലാം തിരിച്ചു കൊണ്ടുവരണം. ഇപ്പം എന്താ പറ്റി? എല്ലാം ആഫ്രിക്കൻ വാള, ആഫ്രിക്കൻ മുഷി, ഇതെവിടെ ജീവിതം പോകണേ കേട്ടാ, ജീവിതം കൈവിട്ടു പോകണേ. നമുക്ക് നമ്മുടേതായിട്ടൊരു ജീവിതം ഉണ്ടായിരുന്നു, നമ്മുടെ മത്സ്യങ്ങളും നമ്മുടെ മരങ്ങളും ഉണ്ടായിരുന്ന ജീവിതം ഉണ്ടായിരുന്നു. എല്ലാം തിരിച്ചു കൊണ്ടുവരണം. ശ്രുതികടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. നമുക്കൊരു രൂപ ഉണ്ടായിരുന്നു. എന്താണ്? 40,000 രൂപയ്ക്ക് ആഞ്ഞിലി വിൽക്കുക. അപ്പോൾ ആഞ്ഞിലിക്ക് ഇപ്പോൾ വില കുറഞ്ഞു. ആഞ്ഞിലിയുടെ വില കുറഞ്ഞപ്പോൾ ആ രൂപം പോയി. അപ്പം നമുക്ക് ഓരോ വിഷയത്തെക്കുറിച്ചും നമുക്ക് രൂപങ്ങളുണ്ട്. ഇപ്പം നോട്ട് പ്രശ്നം വന്നപ്പോൾ മാക്സിമം രൂപങ്ങൾ ഉടഞ്ഞു പോയി. ഇപ്പം എന്ത് ചെയ്യണമെന്നറിയാം? ആദ്യത്തെ നമുക്ക് നവംബറിൽ പ്രോബ്ലം ഇല്ലായിരുന്നു, ആൾക്കാരുടെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ഡിസംബറിൽ ജനുവരി ആയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്തോ രാജ്യത്ത് സംഭവിച്ചെന്ന്. നമ്മുടെ രൂപങ്ങളെല്ലാം പോയി, രൂപങ്ങളെല്ലാം പോയി. ഇത് ബൈബിളിൽ പണ്ടേ ഉള്ള സംഭവമാണ്. അച്ഛൻ്റെ ഒരു ആധ്യാത്മിക ഗൈഡ് എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ക്രിസ്ത്യൻ രീതിയിലാണെങ്കിൽ രൂപങ്ങൾ ഉടയുന്നത് നല്ലതാണ്. ബൈബിളിൽ ആദ്യം തന്നെ തുടങ്ങണത് എങ്ങനെയാണ്? രൂപം പോയെന്നല്ലേ പറയണത്. ആദ്യ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി രൂപമില്ലാത്തതായിരുന്നെന്ന്, രൂപരഹിതമായിരുന്നു, ആഴത്തിന് മീതെ കണ്ണും കാണാൻ പാടില്ലായിരുന്നു. അന്ധകാരം വന്നുള്ള അവസ്ഥ എന്താ? ആഴമാണ്. പിന്നെ ഇരുട്ട്. ഞാനും കാട്ടുവരുത്തെ കപ്പരത്തിനും കൂടി പണ്ട് 89 വീട് വെഞ്ചരിക്കാൻ പോകും. അപ്പോൾ വീട് വെഞ്ചരിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ നല്ല പ്രായമുണ്ട്, എനിക്കന്ന് ഞാൻ ചെറുപ്പമാണെന്ന്. അപ്പോൾ ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് നല്ല രസമായിരുന്നു, നല്ലൊരു ജീവിതമായിരുന്നു ഞാൻ മനുഷ്യൻ്റെ കൂടെ. ഞാൻ ഇന്ന് എപ്പോഴും ഓർക്കും. അപ്പോൾ ഞങ്ങൾ ഓരോ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ പുരാണവും പറഞ്ഞ് വീടും വെഞ്ചരിച്ച് കാപ്പിയും കുടിച്ച് അങ്ങനെ ഇടവക മുഴുവനും പോകും. എന്ന് സന്ധ്യ ആകുമ്പോൾ തിരിച്ചു വരും. ഒരു ദിവസം വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു. മഴ വന്നിട്ട് ഞങ്ങൾ പോകുന്ന വഴിയല്ല തിരിച്ചു വന്നത്. അവിടെ നോക്കിയപ്പോൾ വെള്ളം, മഴ പെയ്ത് ഇത്തിരി വർഷക്കാലമാണ്, എല്ലായിടത്തും വെള്ളമുണ്ട്, പുഴയുണ്ട്. അല്ല, പുഴയല്ല, ഈ തോട്, കൈത്തോടൊക്കെ ഉണ്ട്, നാട്ടിലെ കൈത്തോടുണ്ടല്ലോ. കൈത്തോടും കരയും തമ്മിൽ നമുക്ക് നല്ല വഴി നിശ്ചയമുള്ളവർക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേര്, എനിക്ക് വഴി നിശ്ചയമില്ല, ഞാനവിടെ പുതിയ ആളാണ്. കപ്പരത്തിന് പഴയ വഴി നിശ്ചയമുണ്ട്. കപ്പരത്തിന് ബാ 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 എന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട്. മഴയത്താണ്, ഇരുട്ടാണ്, വെള്ളവുമാണ്, എന്താണ്. അപ്പം ഞാനിങ്ങനെ കുടയും, പഴയ വളകാലം കുടയാ, അതും പിടിച്ച് കപ്പരത്തിന് പുറകെ ഇരുട്ടത്ത് പോവുകയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ കപ്പരച്ചാന്ന് ഞാൻ ഒറ്റ വിളി. കാര്യം വരുന്നറിയാം, കപ്പരച്ചൻ നോക്കിയിട്ട് ഒരു കപ്പരച്ചൻ കിടന്ന് സ്വരവിട്ട്. കാര്യം ഞാൻ തോട്ടി വീണ്, കഴുത്തപ്പം വെള്ളത്തിൽ തോട്ടി വീണ്, കുട മാത്രം മുകളിലുണ്ട്. അപ്പോഴാണെങ്കിൽ കപ്പരച്ചന് സ്വരം കേട്ടപ്പോഴേ അപ്പുറത്തെ വീട്ടുകാരൻ തെറിയും പറഞ്ഞ് ഓടി വന്നു. അതെന്താ വെച്ചാൽ അയാളുടെ തടി മോഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. അയാൾ ആ തോട്ടിൽ അയാൾ തടിയിട്ടിട്ടുണ്ടായിരുന്നു നല്ല കറ കളയാൻ വേണ്ടിയേ. അപ്പോൾ 2 ദിവസം മുമ്പ് കള്ളന്മാർ വന്ന് കടിയെടുത്തോണ്ട് പോയി. അപ്പോൾ കള്ളനെ കിട്ടിയപ്പോൾ ഞാൻ അവർ ഓടി വന്നത്. ഞാൻ നോക്കിയപ്പോൾ കള്ളനെ കാണാനില്ല, കുട മാത്രം മുകളിലുണ്ട്. എന്നെ പിന്നെ പിടിച്ച് കയറ്റി ഞാൻ രാവിലെ ഒരു കണക്കിന് നനഞ്ഞു കൊതുന്ന് പള്ളി വന്ന് ഇരുട്ടതില്ലേ. രാവിലെ ഞാൻ കുട നോക്കിയപ്പോൾ കുടയെന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ പായിൽ. എന്താ കാര്യം? കണ്ണ് കാണാൻ പറഞ്ഞു. വെള്ളം ഏതാണ്, കര, എല്ലാവരും വെള്ളമായി കിടക്കണ കാരണമേ കര ഏതാണ് വെള്ളം ഏതാണെന്ന് അറിയാൻ പാടില്ല. ഇതാണ് കൺഫ്യൂഷൻ എന്ന് പറയണത്. അപ്പം നമ്മൾ വീഴും കൺഫ്യൂഷൻ ആകുമ്പോൾ. വെള്ളവും വന്ന് ഇരുട്ടും വന്നാൽ നമ്മൾ വീഴും. ഇതാണ് ബൈബിൾ തുടങ്ങണത് ഇങ്ങനെ, വെള്ളവുമാണ് ഇരുട്ടുമാണ്. ആദ്യ ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി രൂപരഹിതമായിരുന്നു. എങ്ങോട്ടാണ് പോണതെന്ന് ഒരു രൂപവും ഇല്ലായിരുന്നു. ആഴത്തിന് മീതെ അന്ധകാരവും, അന്ധകാരത്തെ ജലപ്പരപ്പ്. ഞാൻ വീണ പോലെ ഈ സംഭവം. അന്ധകാരത്തെ ജലപ്പരപ്പിലൂടെ എന്താ സംഭവിച്ചത്? അന്ധകാരമാണെങ്കിലും രൂപമില്ലെങ്കിലും ആഴമാണെങ്കിലും ഒരാളുണ്ടെങ്കിൽ എല്ലാം നേരെയാവും. അന്ധകാരം, ബൈബിൾ എന്താ തുടങ്ങണത്? ജീവിതം അന്ധകാരമാണെങ്കിലും ആഴമാണെങ്കിലും ഇരുട്ടാണെങ്കിലും ഒരാളുണ്ടെങ്കിൽ എല്ലാം നേരെയാകും. എന്താണ്? അന്ധകാരത്തിൽ ജലപ്പരപ്പിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചു, ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടാവട്ടെ, വെളിച്ചമുണ്ടായി. കൈയടിച്ചു അറിയാമല്ലോ. ഞാൻ ജസ്റ്റ് ഒന്നും പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഉള്ളൂ. രാവിലെ എഴുന്നേറ്റ് ഇവിടെ വന്നൊരു ജപമാലയല്ലേ, പിന്നെ ഇടവക പള്ളിയിൽ പോയി കുർബാന അർപ്പിച്ചു,
പിന്നെ അവിടെ ഇരുന്ന് ജപമാല ചൊല്ലി പിന്നെ അർത്ഥിച്ച് വന്ന് നിൽക്കുകയാണ്. എന്താ ഇതൊന്നും നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റത്തില്ല. ദൈവം ഓരോരോ ഗ്രൂപ്പിനും ഓരോരോ അറിവ് നൽകണം. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്, കുറേ ജീവിത കൺഫ്യൂഷനുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്തിരിക്കുന്നുണ്ട്. അതാണ് വചനം ഇങ്ങനെ മാറി വരണത്. അതായത് വഴിയില്ല, രൂപമില്ലാതെ കിടക്കുന്ന കുറേ ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പം അഖണ്ഡ ജപമാലയും കഴിഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ഈശോ പറയണം, മകനെ നിൻ്റെ ജീവിതം ഇരുട്ടാണ്, നിൻ്റെ ജീവിതം അന്ധകാരമാണ്, നിൻ്റെ ജീവിതം ആഴമാണ്, നീ വിഷമിക്കണ്ട. നീ ഇനിയുള്ള സമയത്ത് ഈ ലോകത്തിൻ്റെ കൺഫ്യൂഷൻ മുഴുവൻ തീർത്തത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ഇരുട്ട് അന്ധകാരം ആഴം രൂപമില്ലാത്ത അവസ്ഥയില് ആത്മാവിനെ അഭിഷേകമായി നൽകണമേ. രൂപമില്ലാത്ത അവസ്ഥയിലെ ആത്മാവിനെ അഭിഷേകമായി നൽകണമേ. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വേണ്ടി 4000 കൊല്ലം നോക്കി പാർക്കുകയായിരുന്നു. ആ രക്ഷകൻ വരാൻ പോയപ്പോൾ പുതിയ ലോകം സൃഷ്ടിക്കാൻ പോവുകയാണ് ദൈവം. അതിലെ വെളിപാട് പറഞ്ഞത് ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും. അപ്പോഴും കൺഫ്യൂഷനാണ്. അമ്മ ചോദിച്ചു, എൻ്റെ മനസ്സിപ്പോഴ് ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും പോലെയാണ്, ഒരു രൂപവും ഇല്ല എന്ന്. ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന്. അതാണ്, ഒരു രൂപവും ഇല്ലല്ലോ. പിന്നെ അമ്മയാണ് പറയണത്, അതായത് 31 ലുക്ക 1:34 തമ്മിലുള്ള കണക്ഷനുണ്ട്. ആദ്യത്തെ ഭൂമിയും കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞു, കൺഫ്യൂഷൻ എല്ലാം തീർക്കുന്ന ആരാണ്? ദൈവത്തിൻ്റെ ആത്മാവ്. രണ്ടാമത്തെ ഭൂമി, പുതിയ ഭൂമി സൃഷ്ടിക്കാൻ വേണ്ടി, പുതിയ ആകാശം പുതിയ ഭൂമി സൃഷ്ടിക്കാൻ വേണ്ടി ദൈവം മംഗളവാർത്തയ്ക്ക് വരുമ്പോഴും അമ്മ പറയും, ഇതെങ്ങനെ സംഭവിക്കും, എനിക്ക് ഒരു രൂപവും കിട്ടണില്ലല്ലോ എന്ന് പറയും. അപ്പോഴും പറയും, എന്ത് പറയും? പരിശുദ്ധാത്മാവും നിൻ്റെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവും നിൻ്റെ മേൽ വരും. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവ്? അത്യുന്നതൻ്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാ? ശക്തിയാ. നമ്മൾ കണ്ടില്ലേ, പിതാവ് ശക്തിയാണെന്ന് കണ്ടില്ലേ? മത്തായി 26:64 മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും. പുത്രൻ ശക്തിയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. ഇപ്പം എന്നാ പറയണത്? പരിശുദ്ധാത്മാവും ശക്തിയാണ്. അതല്ലേ അമ്മയോട് പറയണത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ലൂക്കാ 1:35. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. എങ്ങനെയുള്ള പരിശുദ്ധാത്മാവ്? ദ പവർ ഓഫ് ദി ഓൾമൈറ്റി, അത്യുന്നതൻ്റെ ശക്തി. അപ്പോൾ പിതാവ് ശക്തിയാണ്, പുത്രൻ ശക്തിയാണ്, പരിശുദ്ധാത്മാവ് ശക്തിയാണ്. അപ്പം നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യണത് എന്താ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യണത്, ഇറങ്ങി വരണത് എന്താണ്? ദൈവത്തിൻ്റെ ഈ ശക്തിയാണ്, ഇല്ലേ? എൻ്റെ മക്കളെ, പ്രാർത്ഥിക്കുമ്പോൾ എന്താണെന്ന് സംഭവിക്കണം നിങ്ങൾ അറിയണം കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 5 മിനിറ്റ് പ്രാർത്ഥിച്ചാലും 5 ദിവസം പ്രാർത്ഥിച്ചാലും വരണത് എന്താ? ശക്തിയാണ്. അപ്പം ശക്തി വരുമ്പോൾ സംഭവിക്കുന്നത്, നമ്മൾക്ക് മനുഷ്യൻ്റെ 3 എൻറ്റിറ്റികളിലേക്കാണ് ശക്തി വരണത്. നമുക്കറിയാമല്ലോ. ഈ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണെങ്കിൽ എന്തായി മാറും? അത് സൗഖ്യമായി മാറും. രക്തസ്രാവക്കാർ രോഗിയില്ലേ, അവർ പുറകിക്കൂടി വന്നിട്ട് കർത്താവിനെ കട്ടെടുത്ത പെണ്ണ. വിശ്വാസം കൊണ്ട് ദൈവത്തെ നമുക്ക് അടിച്ചു മാറ്റാൻ പറ്റും. കർത്താവ് പോലും അറിയാതെ പവർ അടിച്ചു മാറ്റിയ പാർട്ടിയാണ് രക്തസ്രാവക്കാർ രോഗി. അവളെ എങ്ങനെ അടിച്ചു മാറ്റിയത്? അവൾ ഉള്ളിൽ കരുതി. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കരുതലാ അല്ലേ? 8:40 ലൂക്കായുടെ സുവിശേഷം. താൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും തൊട്ടാൽ താൻ സൗഖ്യമാകുമെന്ന് അവൾ ഉള്ളിൽ കരുതി. അതല്ലേ വിശ്വാസം എന്ന് പറയണത്. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവ് ദൈവമേ, ഉള്ളിൽ കരുതാൻ ആവശ്യമായ വിശ്വാസം എനിക്ക് തരണമേ. അവൾ പുറകെ കൂടി വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തെ തൊട്ട് അടിച്ചു.
അവള് അപ്പം തന്നെ അവൾ ഫീലായി, അവൾക്ക് താൻ സുഖം പ്രാപിച്ച്. അപ്പം ജീസസ് അതെന്നെ തൊട്ടതെന്ന് ചോദിച്ച്. അപ്പോൾ അവൾ വിറച്ചതിൽ നിൽക്കണിങ്ങനെ, ലോഡ് സോറി മൈ ലോഡ്, മകളെ ധൈര്യമായിരിക്കുമെന്ന്. അപ്പോൾ 10 ദിവസമായി കിടന്ന് സ്വരം ഉണ്ടാക്കുന്നുണ്ട്. ഇതെങ്ങനെ ഈ ആൾക്കാരെല്ലാം കൂടി ഇടിച്ചതിൽ വരുമ്പോൾ ആരെ തൊട്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റുമെന്ന്. കീപ് ക്വയറ്റ്. ശക്തി എന്നിൽ നിന്ന് എനിക്കറിയാം, എന്നിൽ നിന്ന് ശക്തി പോയി. അപ്പോൾ എന്താ, ദൈവത്തിൻ്റെ ശക്തി എങ്ങനെ വരണമെന്നത് വിശ്വാസം മൂലമാണ് വരണത്, അല്ലേ ഇല്ലേ? ആ, എന്ത് ഐസാണെന്ന് പറഞ്ഞാൽ ശരി, നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ശക്തി വർദ്ധിക്കാൻ വേണ്ടി എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. എൻ്റെ മക്കളെ, ഇപ്പം വിശ്വാസം എന്താണെന്ന് മനസ്സിലായത്? വിശ്വാസം ശക്തിയാകണത് എങ്ങനെയാ? When we believe in Jesus Christ. ശക്തിയിൽ വിശ്വസിക്കുമ്പോഴാണ് ശക്തിയായിട്ട് മാറണത്. വിശ്വാസം ഉണ്ടെന്ന് വല്ലതൊക്കെ വിശ്വസിച്ചാൽ പറ്റത്തില്ല. വിശ്വാസം ശക്തിയിൽ വിശ്വസിക്കുമ്പോഴാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് അത് ശക്തിയായിട്ട് വരണത്. മനസ്സിലായില്ലേ? അവളെന്താ ചെയ്തത്? ശക്തിയിൽ, ഈശോയുടെ ശക്തിയിൽ വിശ്വസിച്ചു. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നു. അപ്പോൾ താൻ സുഖപ്പെട്ടു. അപ്പോൾ എന്താ സംഭവിക്കണത്? വിശ്വാസം വഴി ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അതെന്തായി മാറും? സൗഖ്യമായി മാറും, ഹീലിംഗായി മാറും. അതുകൊണ്ട് എൻ്റെ മക്കളൊരു പണി ചെയ്യണം. എൻ്റെ മക്കളെ, നമുക്ക് രോഗം, നമുക്ക് ക്ഷീണം, ഇല്ലായ്മ, ബലഹീനത ഒക്കെ വരുന്നില്ലേ? അതിൻ്റെയൊക്കെ ഒരു സുവിശേഷം മാനമെന്ന് പറഞ്ഞാൽ എന്താണ്? യു ഇൻക്രീസ് യുവർ ഫെയ്ത്ത് എന്ന് പറയും. കർത്താവേ, എനിക്ക് വിഷമാണല്ലോ, എനിക്ക് വേദനയാണല്ലോ, എനിക്ക് രോഗമാണല്ലോ, വിട്ടുമാറല്ല, മരുന്ന് കേട്ടിട്ട് കേൾക്കണില്ലല്ലോ എന്ന് പറയുമ്പോൾ വൈദ്യൻ എന്ത് പറയും? യു ഇൻക്രീസ് യുവർ ഫെയ്ത്ത്. നമ്മൾക്ക് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ദൈവം ഉദ്ദേശിക്കണത് അതാ. വിശ്വാസം വർദ്ധിപ്പിക്കാനാണ് ഉദ്ദേശിക്കണത്. ഇപ്പോൾ ഹാർട്ട് അറ്റാക്കുകാർക്ക് എന്നാ കൊടുക്കും? ഹാർട്ട് അറ്റാക്ക്, ഹൃദയത്തിന് ബ്ലോക്ക് ഉള്ളവർക്ക്, ഹൃദയത്തിന് ബ്ലോക്ക് ഉള്ളവരെ പാമ്പിനെ കൊണ്ട് കൊത്തിക്കില്ല. ചൈനയിൽ അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ പാമ്പിനെ കൊണ്ട് കൊത്തിക്കും. ഹൃദയത്തിൽ ബ്ലോക്ക് ഉള്ളത് അപ്പോൾ മുറുക്ക പാമ്പിനെ പോലുള്ള പണ്ടാര വിഷമുള്ള സാധനത്തെ കൊണ്ട് കൊത്തിക്കും. അപ്പോൾ എന്താ സംഭവിക്കണത്? ഈ വിഷം റിജക്റ്റ് ചെയ്യാൻ വേണ്ടി ഹൃദയം ഓവർ പമ്പിങ് ചെയ്യും. വിഷമല്ലേ, അല്പമാണെങ്കിൽ കയറത്തുള്ളേ, അല്പവിഷമാണ്. അത് ശരീരത്തിൽ കയറുമ്പോൾ ഫോറിൻ മാറ്റർ അല്ലേ, അതിനെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടി ഹൃദയം ഓവർ പമ്പ് ചെയ്യും. ആ ഓവർ പമ്പ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് മാറും. അത് ടെക്നിക്കാണ് ശരിക്കും. ഓവറായിട്ട് വിഷം കൊടുക്കണമല്ല, ചെറിയ മൈന്യൂട്ട് മെഷർമെൻറ്റിൽ ഇതിൻ്റെ അകത്ത് വെനം കയറ്റി കഴിയുമ്പോൾ സാധനം അതുപോലെ നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യണത്? നമുക്കൊരു രോഗം ഉണ്ടായി, എന്താ ഉദ്ദേശിക്കണത്? നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. രോഗം ഉണ്ടാകുമ്പോൾ നിങ്ങളെന്താ ചെയ്യണമെന്നറിയാവോ? രോഗം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണം, ദാറ്റ്സ് ഓക്കെ. പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കും? വിശ്വാസമുള്ള പ്രാർത്ഥന വേണം. മനസ്സിലായില്ലേ?